അപ്പോൾ അടുത്തത് സെൽഫ് റിഗാർഡിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 6 നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യൂണിറ്റ് 6 സ്വാഗതം. അപ്പോൾ നമുക്ക് സെൽഫ് റിഗാർഡിനെ കുറിച്ച് നോക്കാം. എന്താണ് സെൽഫ് റിഗാർഡ്? ആദ്യം തന്നെ നമുക്ക് ഋഷഭ് എന്ന ആളുടെ കഥയുമായിട്ട് തുടങ്ങാം. എന്താണ് ഋഷഭിൻ്റെ കഥ? ഋഷഭ് ഒരു 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പഠനത്തിൽ വളരെയധികം വലിയ ബ്രില്യൻ്റാണ്. സ്കൂളിൽ കോളേജിലെല്ലാം നല്ല റാങ്ക്. ബാസ്കറ്റ് കളിക്കും, പാട്ട് പാടും, റോബോട്ടിക്സ് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് എവിടെയോ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ജോബ് കിട്ടിയില്ല, സാലറി വളരെ കുറഞ്ഞ ജോബാണ്. സെയിം ഏജുള്ളവർ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്കെന്ത് പറ്റിയെന്ന ചോദ്യമാണ് ഋഷഭിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഗിറ്റാർ ടച്ച് ചെയ്യാതായി, ബാസ്കറ്റ് കളിക്കാതായി, പാട്ട് പാടാതായി. ആൾക്ക് പ്രോബ്ലം ഇൻ്റലിജൻസ് അല്ല, പിന്നെന്തായിരുന്നു പ്രോബ്ലം? സെൽഫ് റിഗാർഡാണ്. അപ്പോൾ എന്താണ് സെൽഫ് റിഗാർഡ്? ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് അബൌട്ട് സെൽഫ് റിഗാർഡ്. അപ്പോൾ സെൽഫ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് യുവർ സെൽഫ് എന്നാണ്. ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന വില, അല്ലെങ്കിൽ ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് സെൽഫ് റിഗാർഡ് എന്ന് പറയുന്നത്. മാർക്സ് കൊണ്ട് മാത്രമല്ല, ജോബ് എൻ്റെ ജോബ് ഞാൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാൻ ഹൗസ് വൈഫാണ്, അങ്ങനെയുള്ളത് കൊണ്ടല്ല, മറ്റുള്ളവർ പറയുന്നത് കൊണ്ടുമല്ല. പിന്നെന്താണ്? ഞാൻ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ സെൽഫ് റിഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെൽഫ് റിഗാർഡ് അല്ലാത്തത്? ഈഗോ അല്ല, അറോഗൻസ് അല്ല, ഞാൻ ഗ്രേറ്റ് ആണെന്ന പൊങ്ങച്ചം പറയലും അല്ല സെൽഫ് റിഗാർഡ്. പിന്നെന്താ? എനിക്ക് സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, രണ്ടും ഓക്കെ ആണെന്നുള്ള അംഗീകരിക്കലാണ് സെൽഫ് റിഗാർഡ് എന്ന് പറഞ്ഞത്. നമ്മളെ സെൽഫ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ സീയിങ് യുവർ സെൽഫ് ആസ് എ ഹോൾ, അക്സെപ്റ്റിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ പലരും ചെയ്യുന്നത് എന്താണ്? സ്ട്രെങ്ത് മാത്രം കാണിക്കും, വീക്ക്നെസ് ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ വീക്ക്നെസ് കാരണം നമ്മൾ സ്വയം നമ്മളെ വെറുക്കും. അപ്പോൾ സെൽഫ് റിഗാർഡ് ഉള്ള ഒരാളുകളാണെങ്കിൽ ഇതെൻ്റെ സ്ട്രെങ്ത്താണ്, ഇതെൻ്റെ വീക്ക്നെസ്സാണ്, ഇത് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ചിന്തിക്കും. അപ്പോൾ എനിക്കൊരു മാത്സ് വീക്കാണെന്ന് നോക്കാം, പക്ഷേ ഞാൻ ഡ്രോയിങ്ങിൽ അടിപൊളിയാണ്. മാത്സ് വീക്കാണെന്നത് കൊണ്ട് ഞാൻ യൂസ്ലെസ് ആണെന്ന് പറയാൻ പാടില്ല. പ്രീ റിക്വസ്റ്റിക് ഓഫ് സെൽഫ് റിഗാർഡ്. സെൽഫ് റിഗാർഡ് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് എന്താണ്? സെൽഫ് അവെയർനെസ് ആണ്. എനിക്കെന്താണ് വരുന്നത്, എന്താണ് പറ്റാത്തത് എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. എൻ്റെ സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്, എനിക്ക് നല്ല മെമ്മറി ഉണ്ട്, ഇതൊക്കെ എൻ്റെ അവെയർനെസ്സാണ്. അക്യൂറേറ്റ് സെൽഫ് അസസ്മെൻ്റ് ആണ്. ഓവർ കോൺഫിഡൻസ് ആവാതെ, സെൽഫ് ബ്ലെയിം ചെയ്യാതെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ കാണുക. ഇപ്പം എനിക്ക് ജോബ് പെർഫെക്റ്റ് അല്ല, പക്ഷെ ഞാൻ എഫേർട്ട് ഇട്ടാൽ എനിക്ക് വളരാം, അത് നമ്മൾ മനസ്സിലാക്കുക. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ സ്ലോ ലേണറാണ്, അതുകൊണ്ട് ഞാൻ യൂസ്ലെസ് അല്ല, അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. സെൽഫ് കൺട്രോൾ. സെൽഫ് ഫെയിലാകുമ്പോൾ എല്ലാം തീർന്നെന്ന് ബ്രേക്ക് ഡൗൺ ആകാതെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചിന്തിക്കുക. പിന്നെ സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് ലേൺ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം. 2 മെയിൻ ആസ്പെക്ട്സ് ഓഫ് സെൽഫ് റിഗാർഡാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും രണ്ടാമത്തത് സെൻസ് ഓഫ് വർത്തിനെസ്സും. എന്താണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? സ്ട്രെങ്ത്തിനെ കാണുക, വീക്ക്നെസ് അക്സെപ്റ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക, അറോഗൻസ് ഇല്ലാതെ. ഇപ്പോൾ എനിക്ക് ഫുട്ബോൾ നല്ലതാണ്, പക്ഷേ ഞാൻ പഠിക്കാൻ കുറച്ച് മോശമാണെങ്കിലും ഫുട്ബോൾ ഉഷാറാണെങ്കിൽ ഫുട്ബോൾ കളിക്കും വേണം. അതിൻ്റെ കൂടെ എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ജസ്റ്റ് പാസ് ആവാനെങ്കിലും പഠിക്കണം. സെൻസ് ഓഫ് വർത്തിനെസ്. ഞാൻ വാല്യൂ ഉള്ള ആളാണെന്നുള്ള ഫീലിങ്. ജോബ് ഇല്ലെങ്കിലും എനിക്ക് വിലയുണ്ട് എന്നുള്ളത് സ്വയം അംഗീകരിക്കുക. അപ്പോൾ സെൽഫ് കോൺസെപ്റ്റും സെൽഫ് റിഗാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? സ്റ്റുഡൻ്റ് ആണോ, മകനാണോ, മകളാണോ, സിംഗറാണോ, ഫ്രണ്ടാണോ? അതിനെയാണ് സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെൽഫ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ എത്ര വില കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2 സ്റ്റുഡൻസ് സെയിം ക്ലാസ്സിൽ സെയിം മാർക്ക്, ഒരാൾ കോൺഫിഡൻറ്റും മറ്റേ എനിക്കൊന്നും പറ്റില്ല എന്നുള്ള ഫീലും ആണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് ആണ് സെൽഫ് റിഗാർഡ് എന്ന് പറയുന്നത്. എന്താണ് സെൽഫ് റിഗാർഡ് ഇമ്പോർട്ടൻ്റ് ആയത്? സെൽഫ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. സെൽഫ് റിഗാർഡ് ഉള്ളവർ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യും, സ്ട്രെസ്സ് കുറവായിരിക്കും അവർക്ക്, അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, മെൻ്റലി ഹെൽത്തിയർ ഉള്ള ആളായിരിക്കും. ക്രിറ്റിസിസം വന്നാലും എനിക്കെല്ലാം തെറ്റല്ല എന്ന് അവർ തിരിച്ചറിയും. അപ്പോൾ സെൽഫ് റിഗാർഡ് നമ്മളെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സെൽഫ് റിഗാർഡുള്ള ആളുകൾ ഇൻഫീരിയർ ഫീൽ ചെയ്യൂല, ഞാൻ മോശക്കാരനാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. സുപ്പീരിയർ ബിഹേവും ചെയ്യൂല, ഞാൻ ഈ അറിവുള്ളവനാണെന്നുള്ള ബിഹേവിയറും ഉണ്ടാവില്ല. കാമും ബാലൻസ്ഡും ആയിരിക്കും അവരുടെ ബിഹേവിയറും കമ്മ്യൂണിക്കേഷനും. അപ്പം ഇത് സെൽഫ് റിഗാർഡും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസാണ് പിന്നെ ഒന്ന് പറയുന്നത്. ഒന്നാമത്തത് ഹെൽത്തി ലേണിംഗ് എക്സ്പീരിയൻസ്. ചൈൽഡ്ഹുഡിൽ തന്നെ നല്ല പാരൻസ്, നല്ല ടീച്ചേഴ്സ്, ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവരും കുട്ടിയോട് പറയുന്ന ആ ഒരു വേർഡ്സാണ് നമ്മുടെ സെൽഫ് റിഗാർഡ് ഷേപ്പ് ചെയ്യുന്നത്. നിനക്ക് ശ്രമം നന്നായി, അല്ലെങ്കിൽ
നിനക്കൊന്നിനും പറ്റില്ല ഇങ്ങനെ പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിനക്കൊന്നും പറ്റില്ല എന്ന് പറയുന്ന കുട്ടികളുടെ സെൽഫ് റിഗാർഡ് പോവും. നീ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, നിൻ്റെ ശ്രമം അടിപൊളിയായി എന്ന് പറയുന്ന കുട്ടികൾക്ക് സെൽഫ് റിഗാർഡ് ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തേത് ഡെവലപ്പ് ആട്രിബ്യൂട്ട് ഓഫ് സെൽഫ് റിഗാർഡ്. സെൽഫ് അവെയർനെസ്, ഞാൻ ആരാണ്, അതാണ് സെൽഫ് അവെയർനെസ്സിൻ്റെ കുറച്ച് സെൽഫ് റിഗാർഡ് ഡെവലപ്പ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. ആദ്യത്തേത് സെൽഫ് അവെയർനെസ്, ഞാൻ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിയണം. പിന്നെ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എൻ്റെ സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ സെൽഫ് അക്സെപ്റ്റൻസ്, എൻ്റെ ഈ ഇതിൽ എൻ്റെ പോരായ്മയിലും എൻ്റെ ഉയർച്ചയിലും ഞാൻ ഓക്കെ ആണെന്നുള്ള അക്സെപ്റ്റൻസ്. പിന്നെ സെൽഫ് കൺട്രോൾ, നമുക്ക് ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. പിന്നെ സെൽഫ് കോൺഫിഡൻസ്, ഞാൻ ഗ്രോ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല, റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം മതി സെൽഫ് റിഗാർഡ് ഉണ്ടാവാൻ. ക്ലിയർ ആണോ? അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ, നമ്മളാകാൻ പറ്റുന്ന ആളായിട്ട് മാറുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള 2 പേരുണ്ട്. തോമസ് ആൽവ എഡിസൺ ഒരാൾ, അദ്ദേഹം എന്താ പറയുക, ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ ചെയ്തു, അദ്ദേഹത്തിന് പലതും ഫെയിലായി. പക്ഷെ എന്താണ്, അയാൾ നിർത്തിയില്ല. അതുപോലെ തന്നെ ലാറ്റ മങ്കേഷ്കർ, അദ്ദേഹത്തിന് പാടലാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ. തുടക്കത്തിൽ പല തടസ്സങ്ങളുണ്ടായി, പക്ഷെ അവരെന്ത് ചെയ്തു, പാടുന്നത് നിർത്തിയില്ല. ഇവരിൽ ഒരേപോലെ കാണുന്നൊരു കാര്യമുണ്ട്, അവരുള്ളിൽ ഒരു കഴിവുള്ള പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിക്കമിങ് വാട്ട് യു ആർ ക്യാപ്പബിൾ ഓഫ് ബിക്കമിങ്. മനസ്സിലായല്ലോ? ബിക്കമിങ് വാട്ട് യു ആർ ക്യാപ്പബിൾ ഓഫ് ബിക്കമിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് സെൽഫ് ആക്ച്വലേഷൻ എന്ന് പറഞ്ഞാൽ ബിക്കമിങ് വാട്ട് യു ആർ ക്യാപ്പബിൾ ബിക്കമിങ് എന്നതെന്താണ്, ഞാനാകാൻ പറ്റുന്ന ഏറ്റവും നല്ല വേർഷനായിട്ട് മാറുക, എൻ്റെ ഉള്ളിലെ കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുക. ഇതൊരു ജോബ് ടൈറ്റിൽ കൊണ്ടോ അല്ലെങ്കിൽ ഫെയിം കൊണ്ടോ അല്ലെങ്കിൽ പൈസ കൊണ്ടോ മാത്രം ഉണ്ടാവുന്നതല്ല, ഉള്ളിലുണ്ടാവുന്ന സാറ്റിസ്ഫാക്ഷനും പ്ലസ് നമ്മുടെ വളർച്ചയുമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, എവറി ഇൻഡിവിജ്വൽ ആസ് ഇന്നർ പൊട്ടൻഷ്യൽ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട്. ഒരാൾക്ക് വരക്കാനാണെങ്കിൽ ഒരാൾക്ക് ടീച്ചിങ്ങിനുണ്ടാവും, ഒരാൾക്ക് സ്പോർട്സിലുണ്ടാവും, മറ്റൊരാൾക്ക് കെയറിങ് നാച്ചർ. എന്തെങ്കിലുമൊക്കെ ഒരു കഴിവില്ലാതെ ഈ ഭൂമിയിലേക്ക് ആരും തന്നെ പിറന്നു വീഴുന്നില്ല. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവ് എന്താണ്, അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള തിരിച്ചറിവിനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം മാസ്ലോൻ്റെ ഹൈയാർക്കി ഓഫ് നീഡ്സിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽഫ് ആക്ച്വലൈസേഷനെ കുറിച്ച്, അല്ലേ? ഏറ്റവും ഹയസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞത്. മാസ്ലോ പറഞ്ഞത് ആദ്യം ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, സേഫ്റ്റി, ലവ്, സെൽഫ് എസ്റ്റീം ഇതെല്ലാം മീറ്റ് ചെയ്താൽ മനുഷ്യൻ ചോദിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ പർപ്പസ് എന്താണ്? അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സ്കൂൾ ബാഗ് കിട്ടി, ബുക്ക് കിട്ടി, മാർക്ക് കിട്ടി, പിന്നെ ക്വസ്റ്റ്യൻ, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ബട്ട് ലൈഫ് ഓൾവേസ് ഫോളോസ് ഹൈയാർക്കി. നമ്മുടെ ജീവിതം എപ്പോഴും ഹൈയാർക്കിയാണ് ഫോളോ ചെയ്യുന്നത്. പീപ്പിൾ മേ സെൽഫ് ആക്ച്വലൈസ് ഈവൻ വിതൗട്ട് ബേസിക് കംഫർട്ട്സ്, അല്ലേ? മാസ്ലോൻ്റെ ക്രിട്ടിക്സ് പറഞ്ഞത് പ്രോവർട്ടിയിലായിട്ടും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഇല്ലാതെയും ആർട്ടിസ്റ്റും റൈറ്റേഴ്സൊക്കെ എക്സൽ യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ സെൽഫ് ആക്ച്വലൈസ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഹൈയാർക്കി ഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാതെയും പലരും സെൽഫ് ആക്ച്വലൈസേഷൻ പിടിക്കാൻ ശ്രമിച്ചവരുണ്ട്. അപ്പോൾ കഷ്ടപ്പാടുള്ള വീട്ടിൽ നിന്നും വലിയ വലിയ സിംഗേഴ്സ് വന്നിട്ടുണ്ട്. പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വലിയ വലിയ ഗ്രേറ്റ് സ്പോർട്സ്മാൻസ് വന്നിട്ടുണ്ട്. അവർ സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിയതിന് ശേഷമാണ് ബേസിക് നീഡ്സ് നേടിയെടുത്തത്. പട്ടിണിയിൽ കിടക്കുന്ന, മര്യാദയ്ക്കൊരു വീടില്ലാത്ത, നല്ലൊരു ഫാമിലി ഇല്ലാത്തവരൊക്കെ പിന്നണി ഗായകരായിട്ടും സിനിമയിൽ വന്നിട്ടും വലിയ വലിയ സ്പോർട്സിലൊക്കെ വന്ന് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ഈ ഇല്ലാതിരുന്ന ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത ചരിത്രം നമ്മുടെ മുന്നിലാണ്. അപ്പോൾ എല്ലാവർക്കും മാസ്ലോയുടെ മാതിരി ഒന്നൊന്നൊന്ന് പടിപടിയായിട്ടല്ല നേടിയെടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ ബുദ്ധിക്ക് കളിക്കണം എന്നാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ പട്ടിണി മാറട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുടുംബം ഉണ്ടാവട്ടെ, എനിക്ക് വീടുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ളൊരു കഴിവ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ മര്യാദയ്ക്ക് യൂസ് ചെയ്യാതെ വേറെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എത്താൻ നോക്കുമ്പോഴതിന് നമ്മൾ പ്രായം ചെന്ന് മരിക്കാനായിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതിലേറെ നല്ലത് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഇത് നേടിയെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിനും വേണ്ടി ശ്രമിക്കുക. അതിൽ ഒന്ന് കയറാൻ ചാൻസ് കിട്ടിയാൽ അതിൽ നിന്ന് പിടിച്ച് കയറിയിട്ട് അതിലൂടെ ബാക്കിയുള്ള ഇല്ലായ്മകളൊക്കെ മാറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക. എനിക്കും പേഴ്സണലി അഭിപ്രായമുള്ളത് ആ ഒരു കാര്യത്തിനോടാണ് കേട്ടോ. എല്ലാം നേടട്ടെ നിർത്തി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ
ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് ഉണ്ട്, വാട്ട് എ മാൻ ക്യാൻ ബി ഹി മസ്റ്റ് ബി മാസ്ലോ. നിനക്കാകാൻ പറ്റുന്ന ആളായി നീ ആകേണ്ടതാണ് എന്നുള്ളതാണ്. അത് കോപ്പി ചെയ്യാനോ കമ്പയർ ചെയ്യാനോ അല്ല, ഓൺ നാച്ചറിനോട് നമ്മൾ സത്യസന്ധതയായിരിക്കണം. കാർൽ ലോഗേഴ്സ് പറഞ്ഞത് എന്താണ്? ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്നാണ് പറഞ്ഞത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഒരു ദിവസം തീരുന്ന കാര്യമൊന്നുമല്ല, ഡെയിലി എഫേർട്ട് ഇടണം നമ്മുടെ, അല്ലേ? ഇന്ന് പഠിക്കണം, നാളെ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ വളർന്ന് അങ്ങനെയാണ് പോണത്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് എബിലിറ്റീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് എന്നാണ്. സ്വന്തം കഴിവ് വളർത്തുക, സ്വയം മനസ്സിലാക്കുക, ഫ്രാഗ്മെൻറ്റഡ് അല്ലാതെ ഒരു മൊത്തം തേഞ്ഞ പേഴ്സണായിട്ട് ജീവിക്കുക. ഓൺ ഗോയിങ് എഫേർട്ട് ടു ഡു യുവർ ബെസ്റ്റ്. പെർഫെക്ഷൻ അല്ലാതെ ബെസ്റ്റ് എഫേർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നമ്മളെ വളർത്തുക. അപ്പോൾ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഉള്ളത് ഇൻവോൾവ് ചെയ്യുന്നത്? ആദ്യം അവെയർനെസ് ഓഫ് സെൽഫ്, പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് സെൽഫ്. അവെയർനെസ് ഓഫ് സെൽഫ് പറഞ്ഞാൽ എന്താണ് നമ്മളെന്നുള്ളൊരു തിരിച്ചറിവ് വേണം. പിന്നെ നമ്മുടെ കഴിവില്ലായ്മയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നല്ല കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കണം. നമ്മളെ തന്നെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരിക്കണം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. പെർസിസ്റ്റൻസ് ഉള്ള ആളായിരിക്കണം. ഞാൻ ആരാണ്, എനിക്ക് എന്ത് കഴിയും, എനിക്ക് എന്താണ് സന്തോഷം നൽകുന്നതെന്ന് മനസ്സിലാക്കി അതിലേക്ക് എഫേർട്ട് ഇട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു വിജയം ഉറപ്പാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഗോ എന്നുള്ളൊരർത്ഥമില്ല. ഞാൻ വലിയവനാണ്, ഞാൻ ഗ്രേറ്റ് ആണ്, എന്നെ എല്ലാവരും സ്തുതിക്കണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോണസ്റ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ എന്താണ് സക്സസ്സും സെൽഫ് ആക്ച്വലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം? ഹൈ സാലറി ജോബ് പക്ഷെ സന്തോഷമില്ല, സക്സസ് ആണോ? ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? അല്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ലൈഫ്, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു, മനസ്സമാധാനമുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? യെസ്. അപ്പോൾ അതാണ് സക്സസ്സും സെൽഫ് ആക്ച്വലൈസേഷനുള്ള വ്യത്യാസം. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്? ലീഡ്സ് ടു റിയൽ ഹാപ്പിനെസ്. സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഫേക്ക് ജീവിതം ജീവിക്കൂല, കമ്പാരിഷൻ കുറവായിരിക്കും, ജലസി കുറവായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് സെൽഫ് അവെയറും ഇമോഷണലി ബാലൻസ്ഡും ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുമാണ് സാധിക്കുക. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് വാട്ട് ഈസ് ഇൻസൈഡ് യു. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ പലരും ജീവിക്കുന്നത് എനിക്ക് പറ്റില്ല, ഇത് ലേറ്റായി, എല്ലാം പോയി എന്ന വിശ്വാസത്തിലാണ്. പക്ഷെ ശരിക്കും എന്താണ്? നിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അത് പുറത്ത് കൊണ്ടുവരണം. ക്ലിയർ ആണോ? അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് നോട്ട് ബിക്കമിങ് സംവൺ എൽസ്, ഇറ്റ്സ് ബിക്കമിങ് മോർ ടു യുവർ സെൽഫ്. ഓക്കെ. സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളിലുള്ള കഴിവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളാണ്. ചെറിയൊരു തോട്ട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഒരു ദിവസത്തിൽ എത്തിപ്പെടുന്ന എന്താ പറയുക, നമ്മുടെ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഇതൊരു ജേണിയാണ്. ജീവിതം മുഴുവൻ നീളുന്ന ഒരു പ്രോസസ്സാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളൊരു ലെവലെത്തിയെന്ന് തോന്നുമ്പം അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് വീണ്ടും വളരാനുള്ള അവസരമാണ് ജീവിതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഞാൻ എത്തി, എനിക്കൊന്നും വേണ്ടെന്ന് കരുതിയിട്ട് കിട്ടിയാൽ ഒതുങ്ങി ജീവിക്കുന്നുണ്ടോ? 10 കിട്ടുമ്പം 100 വേണമെന്ന് തോന്നും, 100 കിട്ടുമ്പോൾ 1000 വേണമെന്ന് തോന്നും, 1000 കിട്ടുമ്പോൾ ലക്ഷങ്ങൾ വേണമെന്ന് തോന്നും, ലക്ഷങ്ങൾ കിട്ടുമ്പോൾ കോടികൾ വേണമെന്ന് തോന്നും. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 10 രൂപ മാത്രം കയ്യിലുള്ള ആൾക്ക് 1 രൂപ കടക്കാരനായിരിക്കും. 100 രൂപ കയ്യിലുള്ള ആൾ 10 രൂപ 20 രൂപയൊക്കെ കടക്കാരനായിരിക്കും. 1000 രൂപ മാസ വരുമാനമുള്ള ആളാണെങ്കിൽ ആൾക്ക് 100 200 300 ഒക്കെ ആയിരിക്കും കടം. അപ്പോൾ അവർക്ക് വലിയ കടമായിരിക്കും അത്. 10,000 വരുമാനമുള്ള ഒരാൾക്ക് 1000 2000 3000 ഒക്കെ ആയിരിക്കും മാസത്തിൽ കടം ഉണ്ടാവുക. 1,00,000 വരുമാനമുള്ള ആൾക്ക് 50,000 60,000 70,000 ഒക്കെ കടം വരും. കടം അങ്ങനെ നമുക്ക് ആ ബാധ്യതകൾ വരാറുണ്ട് അല്ലേ. അതുപോലെ ലക്ഷങ്ങൾ കോടികളുള്ള ആളുകൾക്ക് ലക്ഷങ്ങളായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അവസ്ഥയിൽ അവരുടെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ അതിനായിട്ട് വേണം, അതിലേറെ വേണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ തുടങ്ങും. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും പൈസ അങ്ങനെ എന്തെങ്കിലും കാര്യം കൊടുത്താൽ മതി എന്ന് തോന്നാറുണ്ടോ? സ്ഥാനമോ പൈസ എന്തെങ്കിലും, പക്ഷെ ഭക്ഷണം കൊടുത്താൽ അത്ര മതി എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് അല്ലേ. അതാണ് ജീവിതം. അപ്പോൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് എ ഡൈനാമിക് പ്രോസസ്സ്. സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റാറ്റിറ്റിക് അല്ല. ലൈഫ് മാറുമ്പോൾ നമ്മളും മാറണം, നമ്മൾ വളരണം. അപ്പോൾ അവെയർനെസ് എബൌട്ട് വൺ സെൽഫ്, അതാണ് ഒന്നാമത്തത്. സെൽഫ് അവെയർനെസ് ഉണ്ടാവുക, നമ്മളെക്കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സെൽഫ് ആക്ച്വലൈസേഷൻ
സെൽഫ് ആക്ച്വലൈസേഷൻ തുടങ്ങുന്നത് ഞാൻ ആരാണ്, എനിക്ക് എന്ത് കഴിയും, എനിക്ക് എന്താണ് പറ്റാത്തത് എന്ന് ഓണസ്റ്റായിട്ട് കാണുന്നതിൽ നിന്നാണ്. ഒരു കുട്ടിക്ക് ഡാൻസ് ഇഷ്ടമാണ്, പക്ഷെ മാത്സിൽ വീക്കാണ്. സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ ഡാൻസ് പെർസ്യൂ ചെയ്യാം, മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കാം. ഞാൻ യൂസ്ലെസ് ആണെന്ന് അവിടെ കുട്ടി പറയില്ല. കംപ്ലീറ്റ് അക്സെപ്റ്റൻസ് ഓഫ് വൺ സെൽഫാണ് രണ്ടാമത്തത്. അതായത് സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ട്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പോസിറ്റീവ് പോയിൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യും, നെഗറ്റീവ് പോയിൻറ്റ്സ് നമ്മൾ ഹൈഡ് ചെയ്യും. സെൽഫ് ആക്ച്വലൈസേഷന് രണ്ടും അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്. അക്സെപ്റ്റ് ചെയ്താൽ ഇമ്പ്രൂവ്മെൻറ്റ് പോസിബിളാണ്, അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ ഗ്രോത്ത് പോസിബിൾ അല്ല. അത് മനസ്സിലാക്കുക. മൂന്നാമത്തത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയണം. ഇമോഷൻ സെൽഫ് കൺട്രോൾ വേണം, സപ്രഷൻ അല്ല. ഇമോഷൻ കൺട്രോൾ എന്നത് ഇമോഷൻ സപ്രസ്, അതായത് ഒതുക്കി വെക്കുക എന്നല്ല, ഇമോഷൻ മനസ്സിലാക്കി മാനേജ് ചെയ്യലാണ്. ഇപ്പോൾ ഗോൾ ടുവേർഡ്സ് പോകുമ്പോൾ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫെയിലിയറോ ക്രിറ്റിസിസോ ഡിലേക്ക് വരും. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഗിവ് അപ്പ് ചെയ്യും. ഇമോഷണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇത് പാർട്ട് ഓഫ് പ്രോസസ്സാണെന്ന് മനസ്സ് വിചാരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഹേർട്ട്ലെസ് ആണ്, കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നാലാമത്തത് ഡിസൈഡ് യുവർ ഗോൾസ് ആൻഡ് ഷോ പെർസീവറൻസ് ആണ്. ഗോൾ സെറ്റിങ്ങും പെർസീവറൻസും. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രീം മാത്രമല്ല, പിന്നെ എന്താണ്, ആക്ഷനും കൺസിസ്റ്റൻസിയും കൂടിയാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് സിംഗർ ആവണമെന്നുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് ക്രിറ്റിസിസം സ്വീകരിച്ച് വളരെ പതുക്കെ ഗ്രോ ചെയ്യാം. പ്രിസർവൻസ് ഇല്ലെങ്കിലും ടാലൻറ്റ് വേസ്റ്റ് ആവില്ല. പ്രിസർവൻസ് ഉണ്ടെങ്കിൽ ഇന്നർ പൊട്ടൻഷ്യൽ പുറത്തു വരും. അപ്പം ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ആണ് അഞ്ചാമത്തത്. പോസിറ്റീവ് മൈൻഡ് ആൻഡ് അട്രാക്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓപ്പർച്യൂണിറ്റി എല്ലായിടത്തും റെഡി ആയിരിക്കില്ല, ഓപ്പൺ മൈൻഡ് ഉള്ളവർക്ക് മാത്രമാണ് അത് കാണാൻ പറ്റുക. അപ്പോൾ ടീച്ചറിൻ്റെ അഡ്വൈസോ ഫ്രണ്ടിൻ്റെ സജഷനോ ചെറിയ ചാൻസുകളോ ഒക്കെ നമ്മൾ എടുക്കണം. അപ്പം നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത് ഇതൊക്കെ യൂസ്ലെസ് ആണെന്ന് കരുതി അവോയ്ഡ് ചെയ്യും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളത് ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്ന് നമ്മൾ ട്രൈ ചെയ്യും. അതായിരിക്കും നമ്മുടെ പിടിവള്ളി. അതിൽ നിന്ന് നമ്മൾ പിടിച്ച് കയറണം. അല്ലാതെ എൻ്റെ കഴിവിനനുസരിച്ചുള്ള എൻ്റെ വളർച്ചയ്ക്കുള്ള കാര്യങ്ങൾ എന്നിലേക്ക് വരട്ടെ എന്ന് കരുതി ഒതുങ്ങിയിരുന്നവർ ആരും വിജയിച്ച ചരിത്രമില്ല. ചെറിയ റിസ്ക് എടുത്തവർ മാത്രമേ വിജയിച്ച ചരിത്രം ജീവിതത്തിൽ നമ്മുടെ ലോകത്തുള്ളൂ. അടുത്തത് കൾട്ടിവേറ്റിംഗ് എ പ്രോപ്പർ മൈൻഡ് സെറ്റ്. കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് നോട്ട് വിത്ത് അതേഴ്സ്. അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ റേസ് അല്ല, അതൊരു കമ്പാരിസൺ പോയിസണാണ്. അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ പറയുന്നത് ഇന്നത്തെ ഞാൻ ഇന്നലകളെ ബെറ്റർ ആണോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതായത് ഫ്രണ്ട് ടോപ്പർ ആണെങ്കിൽ നമ്മൾ ആവറേജ് ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാതെ നമ്മുടെ പ്രോഗ്രസ് മാത്രം നമ്മൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ട്രൂ കോമ്പറ്റീഷൻ യു വേഴ്സസ് യു ആണ്, അല്ലാതെ മറ്റുള്ളവനേക്കാളും മുകളിൽ എത്തണം എന്നല്ല. എൻ്റെ തോൽവി എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഉയർത്തി കൊണ്ടുവരിക, അല്ലാതെ മറ്റവനേക്കാളും ഈഗോ വെച്ച് ഈഗോ തന്നെ നമ്മൾ മനുഷ്യരെ നാശത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നെവർ എൻഡ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഒരു സ്വപ്നം നമ്മൾ നേടിയെടുത്താൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യില്ല, അടുത്ത സ്വപ്നത്തിലേക്ക് നമ്മൾ കിടക്കും, നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കും. പുതിയ പഠനങ്ങൾ, പുതിയ ആയത്തിലുള്ള പർപ്പസുകൾ. സെൽഫ് ആക്ച്വലൈസേഷൻ ഒരു ജേണിയാണ്, ഡെസ്റ്റിനേഷൻ അല്ല. അപ്പം നമ്മൾ പലരും ചോദിക്കും, ഇനി ലേറ്റ് ആയില്ലേ, ഇനി പറ്റുമോ, ഇത് എനിക്കാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും നമ്മളിൽ നിന്ന് വരിക. അപ്പം ശരിയായ ട്രൂത്ത് എന്താണ്? നമ്മുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആവുക എന്ന് മാത്രമല്ല, പെർഫെക്റ്റ് ആവുക എന്നതല്ല, നമ്മുടെ ഉള്ളിലുള്ള കഴിവ് ഹോണസ്റ്റ്ലി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ മീൻസ് ലിവിങ് ഹോണസ്റ്റ്ലി വിത്ത് വാട്ട് ഈസ് ഇൻസൈഡ് യു ആൻഡ് ഗ്രോയിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നാണ്. ക്ലിയർ ആണോ? അപ്പം നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റിൽ ഇത്ര കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു യൂണിറ്റ് എടുത്തപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ഈ ജനുവരി 1 മുതൽ നമ്മൾ എമോറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ക്ലാസ്, ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. മൈൻഡ് സെറ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഫ്രീ ആണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ക്യാഷൊന്നും ഈടാക്കുന്നില്ല. ഡെയിലി ഓരോ ടാസ്ക് കൊടുത്ത് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ഇതുപോലുള്ള ചീഞ്ഞ സ്വഭാവങ്ങൾ, ചീഞ്ഞ ഇമോഷൻസിനെയൊക്കെ നമ്മൾ തന്നെ മാറ്റിയെടുത്ത് നമ്മളെക്കുറിച്ച് ഒരു അവെയർനെസ് ഉണ്ടാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. നമ്മളോട് നമ്മൾ തന്നെ കൂട്ടുകൂടാൻ പഠിച്ച് അങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മുടെ വളർച്ചയിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ്സാണ് എമോറ. അത് തികച്ചും സൗജന്യമാണ്. അതിൻ്റെ പെയ്ഡ് വേർഷനൊക്കെ പിന്നെ നിങ്ങൾക്കതിൽ
പേഴ്സണലായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാത്രമേ ഇതുള്ളൂ. ഗ്രൂപ്പിലാണ് നടക്കുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇഗ്നോയുടെ ക്ലാസ്സുകൾക്കോ അസൈൻമെൻറ്റുകൾക്കോ പ്രിൻറ്റുകൾക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിസ്മിസൽ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.